അക്ഷരെ 1964 ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ വാണിജ്യ ആവശ്യത്തിനും കെട്ടിടം നിർമ്മിക്കാൻ പുതിയ ചട്ടത്തിനും അനുമതിയില്ല എന്ന പരാതിയുമായി ഇടുക്കി ജില്ലയിലെ പ്രതിപക്ഷം. വിഷയത്തിൽ ഇടുക്കി രൂപതയും സർക്കാരിനോട് ഇടർച്ചയിലാണ്. എന്നാൽ 2024 ജൂൺ 7 വരെ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ഫീസ് അടച്ചു ക്രമവൽക്കരിക്കാനുള്ള ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം അംഗീകരിച്ച LDF സർക്കാർ ഇടുക്കി ജനതയ്ക്കൊപ്പമെന്ന് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ അവകാശപ്പെടുന്ന റിപ്പോർട്ടിലേക്ക്. പട്ടയഭൂമിയിൽ വാണിജ്യാവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുമതി നൽകുന്നത് ഭൂപതിവ് നിയമ ഭേദഗതി 7-ാം വകുപ്പിലെ OB ചട്ടപ്രകാരമാണ്. 2-ാം ചട്ടമാണ് പട്ടയഭൂമിയുടെ സ്വതന്ത്ര വിനിയോഗം ഉറപ്പാക്കുന്നത്. ഈ ചട്ടം പരിഗണിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത്. നികുതി അടച്ച് അനുമതിയോടെ കെട്ടിടം നിർമ്മിച്ച ശേഷം ചട്ടലംഘനത്തിന്റെ പേരിൽ നമ്പർ ലഭിക്കാത്തതിനാൽ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തവർക്ക് ഫീസ് അടച്ച് കെട്ടിടം ഉപയോഗിക്കുന്നതിന് അവസരം ലഭിക്കുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ ഉറപ്പ്. എന്നാൽ വാണിജ്യാവശ്യത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് തുടർന്നും അനുമതി ലഭിക്കില്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം. പിഴയടച്ചുള്ള ക്രമവൽക്കരണം ഉദ്യോഗസ്ഥ അഴിമതിക്ക് കളമൊരുക്കുമെന്നും UDF ആരോപിക്കുന്നു. പ്രതിസന്ധികൾക്ക് നടുവിൽ കിടക്കുന്ന ഇടുക്കിയിലെ മലയോര ജനതയെ അവരുടെ തലയ്ക്ക് മുകളിൽ ഇരുട്ടടി വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഡെമോക്രസിന്റെ വാള് പോലെയാണ് ഒരു പുതിയ ചട്ടം നിർമ്മിച്ചപ്പോൾ ഞങ്ങൾ വലിയ കാര്യം ചെയ്തു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി മുന്നോട്ടുള്ള നിർമ്മാണങ്ങളെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഈ നിയമം വിജ്ഞാപനമായ 2024 ജൂൺ മാസം 7-ാം തീയതി വരെയുള്ള നിർമ്മിതികൾക്ക് ക്രമവൽക്കരണമാണ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. മുന്നോട്ടുള്ള നിർമ്മാണങ്ങളെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. അപ്പൊ എന്താണ് അതിനെ സംബന്ധിച്ച് പോകുമ്പോഴേ പതിച്ചു കിട്ടിയ ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കപ്പെടുമെന്ന LDF സർക്കാർ വാഗ്ദാനം ഉറപ്പാക്കിയെന്ന് ഭരണപക്ഷം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി, കേരളത്തിലെ ഗവൺമെന്റ് ആ ഭൂനിയമ ഭേദഗതി നിയമസഭയിൽ പാസ്സാക്കുകയുണ്ടായി. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ചട്ടം നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം നിലനിൽക്കുകയായിരുന്നു. ആ ചട്ടം രൂപീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരികയായിരുന്നു. ജില്ലയിലെ കൃഷിക്കാർക്ക് കൊടുത്ത, ജില്ലയിലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓണസമ്മാനമായി ഇന്ന് ഭൂപതിവ് ചട്ടം നിലവിൽ കൊണ്ടുവന്നുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. വില്ലേജ് ഓഫീസിൽ നിന്ന് വസ്തുനികുതി അടച്ചതിന്റെ രേഖകളും കൈവശാവകാശ രേഖയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കുമ്പോഴാണ് പഞ്ചായത്തിൽ നിന്നും കെട്ടിട നിർമ്മാണാനുമതി ലഭിക്കുക. എന്നാൽ 2019 സർക്കാർ ഉത്തരവ് പ്രകാരം റവന്യൂ വകുപ്പിൽ നിന്ന് നൽകുന്ന കൈവശാവകാശ രേഖയിൽ ഭൂമി ഏതാവശ്യത്തിനാണ് പതിച്ചു നൽകിയതെന്ന് രേഖപ്പെടുത്തണമെന്നുണ്ട്. നിലവിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട മന്ത്രിസഭായോഗം അംഗീകരിച്ച ചട്ടത്തിൽ അതുവരെയാണുള്ളത്. രണ്ടാമത്തെ ചട്ടം വരുന്നത് പുതിയ നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്നതാണ്. നിലവിൽ ആ ചട്ടം സർക്കാർ തുടർന്ന് പരിഗണിക്കുമെന്നാണ് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നമ്പറില്ലാതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത കെട്ടിടങ്ങൾക്ക് ഫീസ് അടച്ച് നിശ്ചിത ശതമാനം ഫീസ് അടച്ച് ക്രമവൽക്കരണം പൂർത്തിയാകും എന്നതൊഴിച്ചാൽ പുതിയതായിട്ട് ഒരു സംരംഭം തുടങ്ങാനായിട്ടൊരു കെട്ടിടം പണിയാൻ സാധാരണക്കാർക്ക് പറ്റില്ല. നിർമ്മാണ നിരോധനം തുടരുന്ന കാലമത്രയും ഇടുക്കിയുടെ വികസനം പൂർണ്ണമാകില്ലെന്നും ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ചട്ടഭേദഗതിക്ക് ശേഷവും നിലനിൽക്കുന്നതെന്നും ഇടുക്കി രൂപത പറയുന്നു. ഭൂപതിവ് ചട്ടപ്രകാരം ഭൂമി പതിച്ചു നൽകിയത് കൃഷിക്കും വീട് നിർമ്മാണത്തിനുമായതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വാണിജ്യാവശ്യത്തിനുമുള്ള കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിക്കുന്നില്ലെന്നും ചട്ടരൂപീകരണം ഉദ്യോഗസ്ഥ അഴിമതിക്ക് വഴിവെക്കുമെന്നുമാണ് പ്രധാന വിമർശനം. ന്യൂസ് മലയാളം, ഇടുക്കി.